കണക്ക് വെച്ചൊന്ന് പരിശോധിച്ചാൽ കാസർഗോഡ് നഗരസഭയിൽ ആകെ 39 വാർഡുകളാണുള്ളത്. മുനിസിപ്പാലിറ്റിയിൽ UDFന് 24 സീറ്റുകളുണ്ട്. അതിൽ മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള ഇടങ്ങളാണ് 23 ഇടങ്ങൾ. 23 സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗാണ്. സ്വാഭാവികമായും മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ചു വരുന്നവരാണ്. കോൺഗ്രസിന് ഒരു സീറ്റുണ്ട്. NDAക്ക് BJPക്ക് അവിടെ 12 സീറ്റുകളുണ്ട്. കാസർഗോഡ് നഗരസഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ മുസ്ലിം ഹിന്ദു പോപ്പുലേഷൻ ഏകദേശം തുല്യമായിട്ട് വരുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ കാസർഗോഡ് നഗരസഭാ പരിധിയിൽ 12 BJP പ്രവർത്തകരെ ഹിന്ദു വോട്ട് ബാങ്കിൽ നിന്ന് വിജയിപ്പിക്കാൻ സാധിച്ചു. അതേപോലെ മുസ്ലിം ലീഗ് 23 കൊണ്ടുവന്നു. അവിടെ LDFന് കിട്ടിയത് 2ആണ്. അതിൽ CPM 1 മറ്റൊരു CPM സ്വതന്ത്രനുമാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇടത് സ്വതന്ത്രനും CPM കൂടി ഇടതുപക്ഷത്തിന് LDFന് കിട്ടിയത് 2, കോൺഗ്രസിന് 1. ബാക്കി ഭൂരിപക്ഷവും പോയിരിക്കുന്നത് 23 സീറ്റുകൾ പോയിരിക്കുന്നത് മുസ്ലിം ലീഗിന്, 12 സീറ്റുകൾ പോയിരിക്കുന്നത് BJPക്ക്. ഇവരുടെ പേരുകൾ നോക്കിയാൽ സ്വാഭാവികമായും BJPയുടെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പേര് നോക്കിയാൽ അതിൽ 100% അത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. BJPയുടെ പ്രതിനിധികൾ മുസ്ലിം ലീഗിലേക്ക് വന്നാലും സ്വാഭാവികമായും മുസ്ലിം ഡൊമിനേറ്റഡ് ഏരിയയിൽ നിന്നുള്ള പ്രാതിനിധ്യം സ്വാഭാവികമായും ആ പേരുകരാവുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കാസർഗോഡ് നഗരസഭയിലെ പേര് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ വർഗീയതയെ കാണാൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള CPMൻ്റെയും സ്വതന്ത്രനും CPMും ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള പേരുകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം.